സോളാറിൽ ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസാണ് ലൈറ്റ്. ഇതിൽ മെയിനായിട്ട് കംപ്ലൈൻറ്റ് ഉണ്ടാവുക ഒന്ന് ബാറ്ററി അല്ലെങ്കിൽ ലൈറ്റിൻ്റെ ഒരു ബോർഡുണ്ട് വരിക, അതേപോലെ ചെറിയ ചാർജിങ്ങിൻ്റെ ഒരു ചെറിയ ബോർഡ്. ഇത് ഓൺലൈനായിട്ടൊക്കെ വാങ്ങിക്കാൻ പറ്റുന്ന ഏകദേശം ഒരു 1000 രൂപ ആ റേഞ്ചിലൊക്കെ കിട്ടേണ്ടതാണ്. ഇതിന് സ്റ്റാൻഡൊക്കെ ഉണ്ടാകും, സ്റ്റാൻഡൊന്നും കിട്ടിയിരുന്നില്ല. അത് ആദ്യം ഇത് അഴിച്ച് ചെക്ക് ചെയ്യണം. പിന്നെ ഇതിന് ബാറ്ററി ചാർജിങ്ങിൻ്റെ സെറ്റപ്പൊക്കെ കാണിക്കുന്നുണ്ട്. അതുപോലെ ചാർജറിൻ്റെ പോയിൻ്റാണത് ഒന്ന്. പിന്നെ ഇതിൽ ഔട്ട്പുട്ട് നമുക്ക് ലോഡ് അതായത് മൊബൈലിനൊക്കെ ഒരു പവർ ബാങ്കായിട്ട് യൂസ് ചെയ്യാനൊക്കെ പറ്റും. പിന്നെ ഇതിനൊരു സ്വിച്ച് വർക്കിംഗ് ആണ്. മെയിനായിട്ട് ബാറ്ററി, അതേപോലെ ഇതിൻ്റെ ഒരു ചെറിയ ബോർഡ് ഉണ്ടാവും ഇതിൻ്റെ കണക്ഷനും മറ്റുള്ള കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള രണ്ട് മെയിനായിട്ടുള്ള കാര്യങ്ങൾ അതിലുണ്ടാവുക. അപ്പോൾ അതിന് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യം ഈ സാധനം ഒന്ന് അഴിച്ചെടുക്കണം. 4 സ്ക്രൂ ഉണ്ട്. അപ്പോൾ അത് അഴിച്ചെടുക്കുക. അഴിച്ചെടുത്ത് കഴിഞ്ഞാൽ തന്നെ ഏകദേശം ഇതിൻ്റെ ഒരു ലെവൽ എന്താ അറിയാം. ഇങ്ങനെയുള്ള ലൈറ്റുകളൊക്കെ കയ്യിൽ കിട്ടുമ്പോൾ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. എന്താ വെച്ചാൽ ഇതിൻ്റെ ബാറ്ററി കാര്യങ്ങളൊക്കെ ഓൾറെഡി കയ്യിലുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ബാറ്ററി ഒന്നും അങ്ങനെ പെട്ടെന്ന് മേടിക്കേണ്ടി വരില്ല. പിന്നെ അത്യാവശ്യം റെസിസ്റ്റൻസ്, കപ്പാസിറ്റർ, ചെറിയ ചെറിയ ബോർഡുകൾ, ഇപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന എല്ലാ സാധനങ്ങളും അത്യാവശ്യം കയ്യിലുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ലൈറ്റ് സെറ്റപ്പ്, അതുപോലെ ടോർച്ച്, മറ്റുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇത് അഴിച്ച് നോക്കിയിട്ട് ഇതിൻ്റെ എന്താ കംപ്ലൈൻറ്റ് എന്ന് കണ്ടുപിടിക്കാൻ മാത്രമേ വേണ്ടുള്ളൂ. ഇതിൻ്റെ ലൈറ്റ് കവറാണ്. 4 സ്ക്രൂ ഉണ്ടാകുന്നുള്ളൂ. ലൈറ്റിൻ്റെ കവറൊന്നും വലിയ കുഴപ്പമില്ല. ഇനിയുള്ളൊരു 4 ലീറ്റർ ഇത് അതിൽ പ്ലസ് മൈനസ് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഈ ബാറ്ററി പറ്റ മോശമാണ്. ബാറ്ററി ഇങ്ങനെ ക്ലിപ്പുണ്ട്, ആ ക്ലിപ്പ് കൊണ്ട് ഊരെടുത്താൽ മതി. ഈ ക്ലിപ്പ് ഊരി കഴിഞ്ഞാൽ ഈ ബാറ്ററി ഉണ്ടോ ഏകദേശം ഒരു 3.7 വോൾട്ടിൻ്റെ ബാറ്ററിയാണ്. 1200 mAh, 2500 mAh ബാറ്ററി, ലിത്തിയം ബാറ്ററി. പറ്റ മോശം കംപ്ലൈൻറ്റ് വന്നാണ്. ഇപ്പോൾ ഒരു കംപ്ലൈൻ്റാണത്. പിന്നെയുള്ള ഈ ബോർഡിൽ ഈ ഐസിയുടെ ലെഗിലൊക്കെ നല്ല പൂപ്പൽ വരുന്നുണ്ട്. അതേപോലെ ഈ ബോർഡിലും കംപ്ലൈൻറ്റ് ചെറിയ. അപ്പോൾ ഇതൊന്ന് അഴിക്കാതെ തന്നെ ഇതിൽ നമുക്ക് ടിന്നർ വെച്ചൊന്ന് ക്ലീൻ ചെയ്യാം. പിന്നെ ഈ ബാറ്ററി മാറ്റാം. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു മെയിൻ കംപ്ലൈൻറ്റ് വരണത്. പിന്നെ അതിലെന്തെങ്കിലും കൂടുതൽ കംപ്ലൈൻറ്റ് വരുന്നുണ്ടോ നോക്കാം. ഇപ്പോൾ അതേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഈ ലൈറ്റൊക്കെ നമുക്ക് കിട്ടുന്നത് പുറത്ത് നമ്മളെ കമ്പനിക്കാർ മുഖേനയാണ് ഇങ്ങനത്തെ ലൈറ്റ് കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അതേപോലത്തെ വേറെ സാധനങ്ങളൊക്കെ കയ്യിൽ കിട്ടുമ്പോൾ നല്ലതാണെന്ന് വെച്ചാൽ നേരാക്കിയിട്ട് നമ്മൾ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത വിലയ്ക്ക് കൊടുക്കും. ഇതിനുപയോഗിച്ചിരുന്ന പാനലാണ് തോന്നുന്നത് ഈ ഡി ലൈറ്റ് എന്നുള്ളതിൻ്റെ. ഇതിൻ്റെ മേലെ ഏകദേശം ഒരു 5 വോൾട്ടിൽ ഔട്ട്പുട്ട് വരുന്നുണ്ട്. ഈ 5 വോൾട്ടിൻ്റെ ഔട്ട്പുട്ട് ഈ കേബിള് കട്ടായിക്കണം. അപ്പോൾ അതിനെ പറ്റുന്നൊരു കേബിൾ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ചാർജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം ബാറ്ററി മാറ്റുക. ബാറ്ററി മാറ്റി കഴിഞ്ഞാൽ നമ്മൾ കണക്ഷൻ കൊടുത്ത് നോക്കുക. പിന്നെ അതേപോലെ ഈ വയറ് കട്ടായത് വേറെ ഒരു ചെറിയ വയറ് കൊടുത്ത് ജോയിൻ്റ് ചെയ്യുക. അപ്പോൾ ഇതിനുള്ള വയറ് ഇവിടെ ഉണ്ട്, ചെറിയൊരു പാനലിനെ കണക്ട് ചെയ്തിരുന്നു. അപ്പോൾ ഈ വയറ് കറക്റ്റായിട്ട് സൂട്ടാവും. പക്ഷേ ഈ പാനലിനെ താങ്ങൂല. ഈ പാനലിനെ താങ്ങാത്തതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ പിന്ന് കൊടുക്കാം. ഈ പിന്ന് ഇതിൽ സൂട്ടായി. അപ്പോൾ ഈ പിന്നിൻ്റെ വയറുകൊണ്ട് ഊരിക്കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് ഇതിന് കണക്ട് ചെയ്യാം.
അപ്പോൾ ഇനി ഈ ബാറ്ററി ഒന്ന് മാറ്റുക. അതേപോലെ ഇതിൻ്റെ ലൈറ്റിൻ്റെ ഈ സെറ്റപ്പ് ഒന്ന് നോക്കുക. ഈ കേബിളൊന്ന് കുറച്ച് കണക്ട് ചെയ്യുക. അപ്പോൾ അതുകൂടെ കഴിഞ്ഞാൽ എനിക്ക് ഇതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുകയെന്ന് വെച്ചാൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഇനി ബാറ്ററി കംപ്ലൈൻറ്റ് തീർക്കണം, അതേപോലെ ഈ ബോർഡിലും. അപ്പോൾ ഈ വീഡിയോ ലെങ്ത് ആവാൻ കാരണം ഇനി അടുത്ത ഒരു ചെറിയ വ്ളോഗായിട്ട് വരാം. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് തന്നെ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.